ചേച്ചി എങ്ങനെയായിരുന്നു ഈ ഒരു സംഭവം വന്നപ്പോൾ? കല്യാണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അടിപൊളി ഒരു നല്ലൊരു മുഹൂർത്തമാണ്. അതിന്റെ ഇടയിൽ അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഒരു ഇങ്ങനെ ഒരു ചെറുതായിട്ടല്ലേ പെട്ടെന്ന് ഫീൽ ചെയ്യല്ലോ, നമ്മള് കൺട്രോൾ ചെയ്യണ പോലെ ഒരു ഫീലിങ്സ്, ദേഷ്യം വല്ല വിഷമം എന്നൊക്കെ പറഞ്ഞ് പറ്റില്ല തോന്നുന്നു. പക്ഷെ എന്നാലും ആളെ കൊണ്ട് കഴിയാവുന്ന മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് എന്നെ സമാധാനിപ്പിക്കുക. പല രീതിയിലും ഞാൻ മറുപടി എന്നുള്ള രീതിക്ക് പോകുമ്പോൾ എന്നോട് വെയിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിൽ ഐ എം ഹാപ്പി. എല്ലാ കാര്യങ്ങളും നേരിടാൻ ഭയങ്കര സ്ട്രോങ് ആണ്. എല്ലാ കാര്യങ്ങളും സ്ട്രോങ് അല്ലേ? ഇതിപ്പോ നീ പറയുന്ന ഉത്തരം കേട്ടിട്ട് പറയും ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ട് വരുന്നു ചോദ്യം ചോദിക്കുന്നു, നീ ഉത്തരം പറയുന്നു. ഒന്ന് പറഞ്ഞു കൊടുത്തു. അതേപോലെ എല്ലാവരും ചോദിക്കും തൊപ്പി എവിടെയെന്നൊരു ചോദ്യമുണ്ട്. അച്ഛൻ തൊപ്പി തമ്മിൽ എന്താണ് സംഭവം, നിങ്ങളെ ഇനി അടിച്ച് പിരിഞ്ചോ എന്നൊക്കെ ചോദിച്ചിട്ട്. ആരടിച്ചു പിരിയാനടേ? അങ്ങനെ ഒരു പിരിക്കാനായിട്ട് ആരെക്കൊണ്ട് സാധിക്കില്ല. ഇനി പിരിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരാൾ മരിക്കണമെന്നുള്ളതാണ്. അങ്ങനെ ഒരു പിരുത്തൊന്നും ഉണ്ടാകത്തില്ല. ഇനി അതിനിടയിൽ കയറി വെടിവെച്ചാലോ അല്ലെങ്കിൽ തുരങ്കം വെച്ചാലോ ഒന്നും ഞാനോട് പിരിയാൻ പോകുന്നില്ല. അപ്പം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഇപ്പം എന്നോട് പറഞ്ഞാൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ടൊക്കെ നിൽക്കുക മനുഷ്യ. ഇപ്പോൾ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിലുണ്ടാവുക എന്നുള്ളതാണ്. എൻ്റെ അമ്മയുടെ അടുത്ത് മധുവിധൂര് പോകുന്നു എന്ന് ജസ്റ്റ് കൊണ്ട് പറഞ്ഞതിന് മാത്രം ഞാൻ നാട്ടുകാരെന്ന് കേട്ടായിരുന്നു. പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടാണോ അതോ മനസ്സിലാക്കാതെയാണോ എന്ന് എനിക്കറിയില്ല. പലരും എന്നെ വിമർശിച്ചിട്ടുണ്ട്. അതിനോട് എനിക്ക് ഭയങ്കര വിഷമം മാത്രമേ ഉള്ളൂ. കാര്യം എന്തർത്ഥത്തിലാണ് ഇവരെല്ലാവരും എന്നോട് സംസാരിച്ചത്? ഒരു സുഹൃത്തിൻ്റെ വണ്ടി എടുത്ത് ജസ്റ്റ് ഒന്ന് പുറത്തു പോയിട്ട് തിരിച്ചു വന്ന് അവർ റീൽ ചെയ്തു. നമ്മളെല്ലാവരും റീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഞാനിതൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് പറയല്ല, എന്നാലും പറഞ്ഞതിന് കൊടുത്ത് വന്നപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ ആ റീലിൽ ഭയങ്കര വിമർശനം. കാരണം അമ്മയ്ക്ക് സുഖമില്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി അറിഞ്ഞ സമയത്ത് പിന്നെ പെട്ടെന്ന് ഈ ഒരു അച്ഛൻ വണ്ടി എടുത്തു അല്ലെങ്കിൽ കറങ്ങാൻ പോകുന്നു അങ്ങനെയൊക്കെയാണ് ആൾക്കാർ തെറ്റിദ്ധരണയാണ് അത് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ അതിന് അടിയിൽ വന്നൊരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഒരു റീലിൽ ഞാൻ വിഷമിച്ചപ്പോൾ എൻ്റെ വിഷമം കണ്ട് എന്നെ സഹായിച്ച ആൾക്കാർ ഒരു റീലിൽ ഞാൻ സന്തോഷിക്കുമ്പോൾ അവർ അങ്ങനെയുള്ള ഒരു തിങ്കിങ്ങിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. അപ്പം അതിന് ഞാനൊരിക്കലും തെറ്റായിട്ട് കണക്കാക്കുന്നില്ല. അന്ന് എന്നോട് സഹായം കാണിച്ച ആൾക്കാരുടെ ദേഷ്യമാണല്ലോ ഇപ്പം ഞാൻ കാണുന്നതെന്ന് പറഞ്ഞ് ഞാൻ സമാധാനിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും യഥാർത്ഥത്തിലുള്ളൊരു സംഭവം അല്ലായിരുന്നു എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ജസ്റ്റ് ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി എടുത്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ചത് ഇത്രയും വിമർശനത്തിൻ്റെ ആവശ്യമില്ല. അമ്മയ്ക്ക് കിട്ടിയ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതുമായിട്ട് ഞാൻ വരും. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ പൈസയുടെ ഡീറ്റെയിൽ ഫുള്ള് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുമായിട്ട് ഞാൻ വരും പറഞ്ഞാണ്. ഈ ആൾക്കാരുടെ വിമർശനവും കാര്യങ്ങളും പിന്നെ ഈ ചോദിക്കുന്നവരോട് ഉത്തരം പറഞ്ഞു മടുത്തു പോകും. ഇനി അതിനും വിമർശിക്കാൻ ആൾക്കാരുണ്ടാവും എന്നൊക്കെ പറയുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാണ്ട് നിൽക്കുന്നത്.